ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് IAM യൂസർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഞാൻ IAM യൂസർ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അതിനകത്തേക്ക് ഞാൻ യൂസർ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതേപോലെ IAM സർവീസിനകത്ത് മെയിനായിട്ട് വരുന്നത് യൂസർ, ഗ്രൂപ്പ്, റോള്, പോളിസിയാണ്. അതേപോലെ ബൈ ഡിഫോൾട്ട് യൂസർക്ക് പെർമിഷൻ ഉണ്ടാവില്ല, ഇംപ്ലിസിറ്റ് ഡിനെ ആയിരിക്കും. നമ്മൾ പെർമിഷൻ പോളിസി അറ്റാച്ച് ചെയ്താൽ മാത്രമേ യൂസർക്ക് പെർമിഷൻ കിട്ടുള്ളൂ. അപ്പോൾ പോളിസി എന്ന് പറയുന്നത് AWS മാനേജർ പോളിസി ഉണ്ട്, അതേപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പോളിസി ഉണ്ടാവും. ഈ പോളിസിക്കകത്ത് നമ്മൾ ഒരുപാട് കണ്ടീഷൻസും സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞു കൊടുക്കുക, എന്തൊക്കെ റിസോഴ്സ് ആക്സസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് JSON ഫോർമാറ്റാണ്. അതേപോലെ തന്നെ ഈ പോളിസി നമുക്ക് യൂസർക്ക് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, ഒരു ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്യാം, അതേപോലെ റോളിനും അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ 2 ടൈപ്പ് പോളിസിയാണുള്ളത്. ഐഡൻറ്റിറ്റി ബേസ്ഡ് പോളിസി ഉണ്ട്, റിസോഴ്സ് ബേസ്ഡ് പോളിസി ഉണ്ട്. ഐഡൻറ്റിറ്റി ബേസ്ഡ് പോളിസി എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് യൂസർക്ക് ഗ്രൂപ്പ് അല്ലെങ്കിൽ റോളിന് അറ്റാച്ച് ചെയ്യാം. റിസോഴ്സ് ബേസ്ഡ് പോളിസി മെയിനായിട്ട് കൊടുക്കുന്നത് നമ്മൾ റോളിനായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് യൂസർക്കും അറ്റാച്ച് ചെയ്യാം. ചില ടെമ്പററി പെർമിഷന് വേണ്ടി STS പോലുള്ള പെർമിഷൻ നമ്മൾ റിസോഴ്സ് ബേസ്ഡ് പോളിസി കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു യൂസർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഈ ഗ്രൂപ്പിന് ഞാനൊരു പെർമിഷൻ അറ്റാച്ച് ചെയ്യും. അതായത് ഒരു യൂസർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ യൂസറിനെ ആദ്യം തന്നെ യൂസർ വെച്ചിട്ട് ലോഗിൻ ചെയ്യും. അപ്പോൾ പെർമിഷൻ ഞങ്ങൾക്ക് ഡിനേ ആയിരിക്കും. എന്നിട്ട് ആ യൂസറിനെ ആ ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്തിട്ട് ചെക്ക് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ നിൽക്കുന്നത് AWSൻ്റെ കൺസോളിലാണ്. അതേപോലെ തന്നെ റൂട്ട് യൂസറിലാണ് ഞാൻ ഈ ലോഗിൻ ചെയ്തിരിക്കുന്നത്. ഒഹിയോ റീജിയനിലാണ്. അപ്പോൾ IAM സർവീസ് എടുക്കാനായിട്ട് നമുക്ക് സർവീസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെക്യൂരിറ്റി ആൻഡ് ഐഡൻറ്റിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സെർച്ച് ടാബിൽ പോയിട്ട് നമുക്ക് IAM സെർച്ച് ചെയ്ത് കൊടുക്കാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവിടെ കാണിക്കും. ഞാനിപ്പോൾ ഇവിടെ നിന്ന് സെർച്ച് ടാബിൽ നിന്ന് തന്നെ എടുക്കുവാണ്. IAMൽ ക്ലിക്ക് ചെയ്ത് ഞാൻ നേരെ IAMൻ്റെ ഡാഷ്ബോർഡിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതാണ് IAMൻ്റെ ഡാഷ്ബോർഡ്. ഇവിടെ ഇപ്പോൾ 0 യൂസർ, അതേപോലെ തന്നെ ഗ്രൂപ്പെല്ലാം 0 ആണ്. ഇത് പുതിയ അക്കൗണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ നമുക്ക് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് യൂസർ ആഡ് ചെയ്യുന്നതാണ് ബെസ്റ്റ് പ്രാക്ടീസ്. അതേപോലെ തന്നെ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് ആ യൂസർക്ക് പെർമിഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ക്രിയേറ്റ് ഗ്രൂപ്പ് കൊടുക്കുക. അതേപോലെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് യൂസർ ഗ്രൂപ്പ് ഈസ് എ കളക്ഷൻ ഓഫ് IAM യൂസർ എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ എനിക്ക് തോന്നുന്നു 10 യൂസർ എന്തുകൊണ്ട് മാക്സിമം പറ്റുള്ളൂ. പിന്നെ സർവീസ് സപ്പോർട്ട് ഇടേണ്ടി വരും. അപ്പോൾ ഞാനൊരു നെയിം കൊടുക്കുന്നത് അഡ്മിൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് നെയിമാണ് ഞാൻ കൊടുക്കുന്നത്. അതേപോലെ താഴത്തേക്ക് വരുമ്പോൾ പെർമിഷൻ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ യൂസറെ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഞാൻ ഫസ്റ്റ് ഒരു ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കിനി പോളിസി അറ്റാച്ച് ചെയ്യണം, അതായത് പെർമിഷൻ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ AWS മാനേജർ പോളിസിയാണ് ഞാൻ അറ്റാച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് ആ ഗ്രൂപ്പിൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ സെർച്ച് ടാബിൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അത് റിലേറ്റഡുള്ള പോളിസീസ് എല്ലാം കാണാനായിട്ട് വരും, ഫിൽട്ടർ ചെയ്ത് വരും. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസി ഉണ്ട്. ഡാറ്റാബേസ്, സിസ് അഡ്മിൻ, അതേപോലെ തന്നെ അങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ ചൂസ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റർ ആക്സസ് എന്ന് പറഞ്ഞതാണ്. അത് ഏകദേശം റൂട്ട് യൂസറിന് തുല്യമുള്ള ഒരു പ്രിവിലേജാണ്. അപ്പോൾ അത് ചൂസ് ചെയ്തു എന്നിട്ട് ക്രിയേറ്റ് ഗ്രൂപ്പ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതിൽ നോക്കിയിട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ആക്സസ് കൊടുത്താൽ വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ സർവീസും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ അഡ്മിൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. യൂസർ എന്ന് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് യൂസർ ആഡ് ചെയ്യണം. അതൊരു അഡ്മിൻ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും യൂസർ ഇല്ല. അതുപോലെ പെർമിഷൻ ടാബിൽ പോയി കഴിഞ്ഞാൽ ഏത് പെർമിഷനാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ JSON ഫോർമാറ്റിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ പോളിസിയിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ പോളിസി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ JSON പറഞ്ഞ എഫക്റ്റ് അലോണ്, ആക്ഷൻ വൈൽഡ് കാർഡാണ്, അതായത് സ്റ്റാറാണ്. എല്ലാ ആക്ഷനും എല്ലാ റിസോഴ്സും ആക്സസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഫക്റ്റ് അലോ ആണ്. ഇനി നമുക്ക് യൂസർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ യൂസറിൽ വന്നതിന് ശേഷം ആഡ് യൂസർ കൊടുക്കുക. അപ്പോൾ ഞാൻ നെയിം കൊടുക്കുക, യൂസർ നെയിം കൊടുക്കുക. ഞാൻ ശ്യാം എന്ന് പറഞ്ഞിട്ട് നെയിം കൊടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ സെയിം ടൈമിൽ തന്നെ എത്ര യൂസറാണ് ഇവിടെ ആഡ് ചെയ്യാം. ആഡ് അനദർ യൂസർ എന്ന് കൊടുത്താൽ മതി. അതേപോലെ ആക്സസ് ടൈപ്പ് എന്താണ് വേണ്ടത്, പ്രോഗ്രാമാറ്റിക് ആക്സസും കൺസോൾ ആക്സസും ഞാൻ കൊടുക്കുകയാണ്. പ്രോഗ്രാമാറ്റിക് ആക്സസ് API കോളും അതേപോലെ തന്നെ SDK പ്രോഗ്രാമിംഗ് എന്നൊക്കെ ആക്സസ് കൊടുക്കാൻ വേണ്ടിയാണ്. കൺസോൾ വഴി ലോഗിൻ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ കൺസോൾ പാസ്വേഡ് ഓട്ടോ ജനറേറ്റ് വേണോ കസ്റ്റം പാസ്വേഡ് വേണമെന്നാണ് ചോദിക്കുന്നത്.
അതുപോലെ പ്രോഗ്രാമാറ്റിക് ആക്സസ് കൊടുക്കുമ്പോൾ 2 കീ നമുക്ക് കിട്ടും, ആക്സസ് കീയും സീക്രട്ട് കീയും കിട്ടും. അത് നമ്മൾ സേവ് ചെയ്ത് വെക്കണം. API കോൾ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ ആ കീ നമ്മൾ സിസ്റ്റത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും, കോൺഫിഗർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ പാസ്വേഡ് കൊടുക്കുവാണ്. അടുത്ത ഓപ്ഷൻ റിക്വയർ പാസ്വേഡ് റീസെറ്റ്. നെക്സ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പോൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ ടിക്ക് എടുത്ത് മാറ്റുവാണ്. അപ്പോൾ നിങ്ങൾക്കൊരു യൂസർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ യൂസർക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഇതുവഴി ചെക്ക് ടിക്ക് ഇട്ടതിന് ശേഷം ഞാൻ നെക്സ്റ്റ് പെർമിഷൻ സെറ്റ് കൊടുത്തു. അടുത്തത് പെർമിഷൻ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കോപ്പി എക്സിസ്റ്റിംഗ് യൂസറിൻ്റെ പെർമിഷൻ വേണമെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഞാനിപ്പോൾ പെർമിഷൻ ഒന്നും സെറ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് പോളിസി ഞാൻ അറ്റാച്ച് ചെയ്യുന്നില്ല, ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ എക്സിസ്റ്റിംഗ് പോളിസി ഇവിടെ നിന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നെക്സ്റ്റ് അടിക്കുവാണ്. ഞാൻ ഇപ്പോൾ പെർമിഷൻ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ നെക്സ്റ്റ് അടിക്കുവാണ്. അടുത്ത ടാഗ് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. എപ്പോഴും ടാഗ് കൊടുക്കുന്നത് പഠിക്കുക, നമുക്ക് ഫിൽട്ടർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിളായിരിക്കും. റിവ്യൂ ചെയ്തതിന് ശേഷം ക്രിയേറ്റ് യൂസർ കൊടുക്കുക. അവിടെ പറയുന്നുണ്ട് ദിസ് യൂസർ ഹാസ് നോ പെർമിഷൻ എന്ന് പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ഇത് പെർമിഷൻ ആഡ് ചെയ്യാതെ നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം ആദ്യം തന്നെ, എന്നിട്ട് പെർമിഷൻ സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ CSV ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇത് മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് കീ ജനറേറ്റ് ചെയ്യേണ്ടി വരും. പിന്നീട് നമുക്ക് സീക്രട്ട് കീ എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് സേവ് ചെയ്ത് വെക്കുക, ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യുകയാണ് ഇവിടെ നിന്ന്. ഇപ്പോൾ എൻ്റെ യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്രൂപ്പിലൊന്നും ആഡ് ചെയ്തിട്ടില്ല, അതേപോലെ പെർമിഷനും സെറ്റ് ചെയ്തിട്ടില്ല. നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം അത് ഇതൊന്നും ചെയ്യാതെ. അപ്പോൾ ഞാനിപ്പോൾ വേറെ ബ്രൗസർ എടുത്തതിന് ശേഷം ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് URL കിട്ടും. ആ മോളിൽ കാണുന്നതാണ് URL. നമുക്ക് IAM യൂസറിന് ലോഗിൻ ചെയ്യാനുള്ളത്. ഞാനിപ്പോൾ വേറെ പ്രൈവറ്റ് വിൻഡോ എടുത്തതിന് ശേഷം അവിടെ ലോഗിൻ ചെയ്യുവാണ്. അപ്പോൾ ബൈ ഡിഫോൾട്ട് ക്ലൗഡ് MNG എന്ന് പറഞ്ഞൊരു നെയിം അവിടെ വന്നു, അക്കൗണ്ട് നെയിമിന് വരെ. ഞാൻ അവിടെ ഏലിയാസ് കൊടുത്തിരുന്നു, അതുകൊണ്ടാണ് ആ നെയിം വന്നത്. ഞാനവിടെ എഡിറ്റ് ചെയ്തിട്ട് അവിടെ അക്കൗണ്ട് നമ്പർ മാറ്റി ഒരു നെയിം കൊടുത്തായിരുന്നു. അത് യൂണിക് നെയിം ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് നമ്പർ പുറത്ത് പബ്ലിക്കിൽ കാണാനായിട്ട് പറ്റത്തില്ല, അതിന് വേണ്ടിയാണ്. ഇത് IAM യൂസറിൻ്റെ ലോഗിൻ പേജാണ്. നമുക്ക് വേണമെങ്കിൽ റൂട്ട് യൂസറായിട്ട് ലോഗിൻ ചെയ്യണമെങ്കിൽ താഴത്ത് സൈൻ യൂസിങ് വിത്ത് റൂട്ട് യൂസർ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് റൂട്ട് യൂസറായിട്ട് ലോഗിൻ ചെയ്യാം. അതിനുവേണ്ടി ഞാനിപ്പോൾ IAM യൂസറായിട്ട് തന്നെയാണ് ലോഗിൻ ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ ഒന്നിലെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ ആ ഏലിയാസ് നെയിം കൊടുക്കുക. അതിനുശേഷം IAM യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. MFA കൊടുത്തിട്ടുണ്ടെങ്കിൽ MFA കൊടുക്കണം. ഇനി പാസ്വേഡ് കൊടുത്തതിന് ശേഷം സൈൻ ഇൻ കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ IAM യൂസർ വെച്ചിട്ട് ലോഗിൻ ആയിട്ടുണ്ട്. ഇപ്പോൾ IAM യൂസറിൻ്റെ കൺസോളിലാണ് ഞാൻ നിൽക്കുന്നത്. ടോപ്പിൽ ഷാമാറ്റ് ക്ലൗഡ് MNG ഉണ്ട്. എനിക്ക് EC2 ഒന്ന് എടുത്ത് നോക്കാം. ഞാൻ സർവീസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം EC2 വന്നു. EC2 ഡാഷ്ബോർഡിൽ കാണാം നമുക്ക് API എറർ അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് IAM ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ അപ്പോൾ സെർച്ച് ടാബിൽ പോയിട്ട് IAM സെർച്ച് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോവാണ്. അതും പെർമിഷൻ്റെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കൊന്ന് പെർമിഷൻ ആഡ് ചെയ്ത് നോക്കാം. ഗ്രൂപ്പിലേക്ക് ആ യൂസർ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓൾറെഡി ഗ്രൂപ്പിന് ഞാൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസറിനെ പിടിച്ചിട്ട് ആ ഗ്രൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ്. ഇപ്പം അഡ്മിൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ശ്യാം എന്ന് പറഞ്ഞ യൂസർ ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ശ്യാം എന്ന് പറഞ്ഞ യൂസർ ആ ഗ്രൂപ്പിൽ ആഡായിട്ടുണ്ട്. എനിക്കിപ്പോൾ യൂസറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഞാനിപ്പോൾ യൂസർ ആഡാണ്. ഞാൻ ശ്യാം എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തു, പെർമിഷൻ എനിക്ക് വന്നിട്ടുണ്ട്. അത് വന്നേക്കുന്നത് അറ്റാച്ച് ഫ്രം ഗ്രൂപ്പ് എന്നാണ്. ഇനി നമുക്കൊന്ന് പോയി റിഫ്രഷ് ചെയ്ത് നോക്കാം. IAM ഞാൻ റിഫ്രഷ് ചെയ്യുവാണ്. ഇപ്പോൾ എനിക്ക് IAMൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫുൾ ആക്സസ് ആണ് IAMനകത്തുള്ളത്. ബില്ലിംഗ് ഡാഷ്ബോർഡ് ഒന്ന് എടുത്ത് നോക്കാം. അത് പെർമിഷൻ തന്നെ ആയിരിക്കും. എന്നുവെച്ചാൽ റൂട്ട് യൂസർക്ക് മാത്രമേ പ്രിവിലേജ് ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ പെർമിഷൻ IAM യൂസർക്ക് ഗ്രാൻഡ് ചെയ്തതിന് ശേഷം ബില്ലിംഗ് പോളിസി അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഗ്രൂപ്പിൽ, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തേക്ക് പെർമിഷൻ കൊടുക്കുക. മാക്സിമം ലീസ്റ്റ് പെർമിഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ യൂസർ ലെവൽ പെർമിഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിനി യൂസർ എങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആ യൂസർ സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുത്താൽ മതി, ഡിലീറ്റ് ആയിക്കോളും.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക.